ഇത്തവണ നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ശ്രീരംഗം രംഗനാഥ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. തൃച്ചിയിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 350-400 കിലോമീറ്റർ അടുത്തോളം യാത്രയുണ്ട്. ഞങ്ങൾ 4 പേരാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. വെളുപ്പിനെ എത്തുന്ന രീതിക്കാണ് നമ്മൾ ഇവിടുന്ന് പോയത്. ഏകദേശം 5:30 മണിയോടുകൂടി നമുക്കവിടെ എത്തണം എന്നുള്ള രീതിക്കാണ് പോയത്. അതുപോലെ തന്നെ ഞങ്ങൾ 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളവിടെ എത്തി. അവിടെ നിന്ന് തന്നെ നമുക്ക് ഫ്രഷുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെറിയ പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഏകദേശം ഒരു 5:30 മണിയോടെയെങ്കിലും നമുക്കകത്തേക്ക് കയറണം. ഒരു ക്യൂ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകുന്നതിന്. കാരണം 6 മണിക്കാണ് ക്ഷേത്രം തുറക്കുന്നത്. അതിന് മുന്നേ നമുക്കവിടെ ചെല്ലണം. കാരണം ഒരുപാട് പേര് നമ്മളെക്കാളും മുന്നേ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വരുന്ന ക്ഷേത്രമാണിത്. ക്യൂ ഒരു 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. ഇതിലേക്ക് ക്ഷേത്രത്തിലേക്ക് കിടക്കാം. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഏകദേശം 9-ാം നൂറ്റാണ്ടിലോ അതിനു മുമ്പോ ആണ് ഇത് ആരംഭിച്ചിട്ടുണ്ടാവുമെന്നാണ് പലരും പറയുന്നത്. പുരാണങ്ങളനുസരിച്ച് ധർമ്മവർമ്മ ചോളൻ എന്ന രാജാവാണ് ഇവിടെ ചെറിയൊരു ക്ഷേത്രം നിർമ്മിച്ചത്. പിന്നീട് അത് കഴിഞ്ഞു വന്ന പല നൂറ്റാണ്ടുകളിലായി കടന്നു വന്ന രാജകുമാരും ചോളന്മാർ, പാണ്ഡ്യന്മാർ, ഹൊയ്സാലന്മാർ, വിജയനഗര രാജാക്കന്മാർ, നായക്കന്മാർ തുടങ്ങി പല നൂറ്റാണ്ടുകളിലായി വിവിധ രാജവംശങ്ങളിലൂടെയാണ് ഈ ക്ഷേത്രം ഇന്നത്തെ ബൃഹത്തായ രൂപത്തിലേക്ക് വളർന്നത്. അതുമാത്രമല്ല, ചരിത്രത്തിൽ പല വലിയ ആക്രമണങ്ങളെയും ഈ ക്ഷേത്രത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ടിന് തുടക്കത്തിൽ ഡൽഹി സുൽത്താനേറ്റിലെ മാലിക് കാഫറും പിന്നീട് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ സൈന്യവും ഇവിടെ ആക്രമണം നടത്തിയിട്ടുണ്ട്. രംഗനാഥ സ്വാമിയുടെ ആഭരണങ്ങളും സമ്പത്തും കൊള്ളയടിച്ചു. അന്ന് വിഗ്രഹത്തെയും ക്ഷേത്രത്തെയും രക്ഷിക്കാനായിട്ട് 10,000-കണക്കിന് ആളുകളാണ് ജീവൻ ബലി കഴിച്ചത്. പിന്നീട് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലത്താണ് വീണ്ടും വിഗ്രഹമൊക്കെ വീണ്ടെടുത്ത് ക്ഷേത്രം പുതുക്കി പണിതത്. ഏറ്റവും ഒടുവിലായി 1987 ഇവിടുത്തെ വിഖ്യാതമായ വലിയ രാജഗോപുരം പണി പൂർത്തിയാക്കിയത്. അതാണ് ഈ കാണുന്നത്. ഈ ക്ഷേത്രത്തിനെ മറ്റ് ചില അമ്പലങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതിന് കുറച്ച് വലുപ്പം കൂടുതൽ നമുക്ക് തോന്നിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 7 മതിൽക്കെട്ടുകളുണ്ടെന്നുള്ളതാണ്. ഇതിന് സപ്തപ്രാകാരങ്ങൾ എന്നാണ് ഇവർ പറയുന്നത്. 7 മതിലിന് ഉള്ളിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ആ ശ്രീകോവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ മതിലിനുള്ളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോഴും നമുക്ക് വേറൊരു ഫീലാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ദിവസം ഭക്തർ ഇവിടെ എത്തുന്നത്. 20 ദിവസം നീണ്ടു നിൽക്കുന്ന വൈകുണ്ഠ ഏകാദശിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. ഈ സമയത്ത് സ്വർഗവാസൽ തുറക്കുന്നതും അലങ്കരിച്ച പെരുമാളിനെ പുറത്തെഴുന്നള്ളിക്കുന്നതൊക്കെ കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ വരുന്നത്. ഇങ്ങോട്ടേക്ക് വരാനായിട്ട് വളരെ എളുപ്പമാണ്. ശ്രീരംഗത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനുണ്ട്. കൂടാതെ പ്രധാന ജംഗ്ഷനായ തിരുച്ചിറപ്പള്ളിയും തൊട്ടടുത്താണ്. മതഭേദമന്യേ ആർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇവിടുത്തെ ദ്രാവിഡ വാസ്തുവിദ്യയുടെ വലുപ്പവും ശാന്തതയും. കാവേരിയുടെ താലോലവും ആ സപ്തപ്രാകാരങ്ങളുടെ മാന്ത്രികതയും മനസ്സിൽ നിറച്ച്
ഭൂലോക വൈകുണ്ഠമായ ശ്രീരംഗം വിട്ടിറങ്ങുമ്പോൾ ഒരു അപൂർവമായ ശാന്തി നമ്മുടെ ഹൃദയത്തിൽ നിറയും. തീർച്ചയായും ഇതൊരു കേവലം ഒരു യാത്രയല്ല, അതൊരു ആത്മീയ അനുഭൂതിയും കൂടിയാണ്. ഞങ്ങൾ ഏകദേശം 6:30 ഞങ്ങൾ പുറത്തിറങ്ങി. ഇവിടെ നമുക്ക് തലേദിവസം വരുവാണെന്നുണ്ടെങ്കിൽ താമസിക്കാനായിട്ട് ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. നമ്മളിവിടെ വന്നിട്ട് റൂം നോക്കിക്കഴിഞ്ഞാൽ അവർ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിലുള്ള റേറ്റൊക്കെ അവർ പറയത്തുള്ളൂ. അതുകൊണ്ട് തലേദിവസം മാക്സിമം വരാൻ നോക്കുക. അതുമാത്രമല്ല, ക്യൂ നിൽക്കുന്നത് കുറഞ്ഞത് ഒരു 5:30 മണിക്ക് മുന്നേ എങ്കിലും അവിടെ വന്ന് ക്യൂ നിൽക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് താമസമായിരിക്കും കയറി ചെല്ലാനായിട്ട്. നിൽക്കുമ്പോൾ മെയിൻ എൻട്രൻസിന് അവിടെ തന്നെ നിൽക്കുക. കാരണം മെയിൻ എൻട്രൻസിൽ കൂടി കയറുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നത്. മറ്റേത് ഗേറ്റ് വഴി കയറാനാണെങ്കിലും നമുക്ക് കുറച്ച് താമസം എടുക്കും. ശ്രീരംഗത്തു നിന്ന് നമ്മൾ നേരെ പോകുന്നത് വേളാങ്കണ്ണിയിലേക്കാണ്. ചെറിയൊരു മഴ തുടങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴി ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. വേളാങ്കണ്ണി വരെയും മഴയാണെന്ന് തോന്നുന്നു. ഏതായാലും വേളാങ്കണ്ണി ചെന്നിട്ട് കാണാം. ബൈ.